യേശു കർത്താവിൻ്റെ ധന്യമേറിയ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 17-ാം വാക്യം. ഇവനെ നീക്കിക്കളക, ബറാബാസിനെ വിട്ടുതരിക എന്നെല്ലാവരും കൂടെ നിലവിളിച്ചു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നീക്കിക്കളയുക എന്ന് ജനമെല്ലാം ആർത്തു വിളിക്കുകയാണ്. ഇവിടെ യേശുവിനെ ജനത്തിന് വേണ്ട, ബറാബാസിനെ ജനത്തിന് മതി. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടടുക്കുന്ന സമയത്ത് ന്യായവിസ്താര കോടതികളിൽ കർത്താവിനെ വിസ്തരിച്ച് പിലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പിലാത്തോസ് കർത്താവിനെ അടിമുടി ആകമാനം നിരീക്ഷിച്ച് കുറ്റമൊന്നും കണ്ടില്ല. അപ്പോൾ ഉത്സവം തോറും ഒരു തടവുകാരനെ വിട്ടയക്ക പതിവുണ്ട്. പിലാത്തോസ് ജനത്തോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവെന്ന് പറയുന്ന യേശുവിനെ നിങ്ങൾക്ക് വിട്ടുതരണമോ? അപ്പോൾ അവർ ഏകസ്വരത്തോടെ ഉറക്കെ വിളിച്ചു പറയുന്നു, യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ നീക്കിക്കളക, ബറാബാസിനെ മതി. ബറാബാസ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ വെളിപ്പെടുത്തുന്നത് അവൻ കലഹക്കാരനും കൊലപാതകിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇവൻ കവർച്ചക്കാരൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ലോകത്തിലെ ലോകമനുഷ്യന് നീതിമാനായിരിക്കുന്ന, സ്നേഹസമ്പന്നനായിരിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അവർക്ക് വേണ്ട. അവർക്ക് വേണ്ടത് കലഹക്കാരനെ, കൊലപാതകിയെ, കവർച്ചക്കാരനെ മതി അവർക്ക്. എങ്കിലേ അവർക്കും അങ്ങനെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ടതൊന്നും ചെയ്യാൻ നടക്കത്തില്ല. കൊലപാതകിയാകുവാൻ പറ്റത്തില്ല, കലഹക്കാരനാകുവാൻ പറ്റത്തില്ല, കവർച്ചക്കാരനാകുവാൻ പറ്റത്തില്ല. അവർ നീതിയോടെ ജീവിക്കണം. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ഒരു ഗ്രാമക്കാർ കർത്താവിനോട് പറയുന്നു, ഞങ്ങളുടെ അതിർ വിട്ടുപോകണം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഭൂതം ബാധിച്ചവൻ്റെ ഭൂതം ഇറങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഭൂതം വിട്ടുമാറാൻ പോകുക. അപ്പോൾ ഭൂതം പറഞ്ഞു, മേഞ്ഞുകൊണ്ടിരിക്കുന്ന പന്നികളിലേക്ക് അയക്കണം. പന്നികളിലേക്ക് ഭൂതം ചെന്ന് കയറിയപ്പോൾ പന്നിയെല്ലാം കടലിലേക്ക് ഓടിച്ചെന്ന് കടലിൽ മുങ്ങി ചത്തു. അപ്പോൾ ആ ഗ്രാമത്തിലെ ജനതയുടെ വരുമാന മാർഗമായിരിക്കുന്ന പന്നികളെല്ലാം ചത്തൊടുങ്ങിയത് കണ്ടപ്പോൾ അവർ കർത്താവിനോട് പറയുന്നു, ഞങ്ങളുടെ അതിർ വിട്ടു പോകണം. അവരുടെ വരുമാന മാർഗത്തിന് കോട്ട സംഭവിച്ചപ്പോൾ അവർ കർത്താവിന് വേണ്ട. അവർ കർത്താവിനെ ഗ്രാമം വിട്ടു പോകുവാൻ നിർബന്ധിക്കുകയാണ്. ഇതേ സംഭവം തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:37, മർക്കോസ് എഴുതിയ സുവിശേഷം 5:17 വാക്യത്തിലും കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ പടയാളികൾ കർത്താവിൻ്റെ വസ്ത്രം ചീട്ടിട്ട് പകത്തെടുക്കുകയാണ്. അവർക്ക് കർത്താവിനെ വേണ്ട, അവർക്ക് എന്ത് മതി? വസ്ത്രം മതി. അവർക്കൊരു ആഡംബര ജീവിതം മതി. ഇവിടെയും നസ്രാനായിരിക്കുന്ന യേശുവിനെ ജനത്തിന് വേണ്ട. പീലാത്തോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, പീലാത്തോസ് 3 വട്ടം ജനത്തോട് ചോദിച്ചു, ഞാൻ അവനിൽ കുറ്റം കാണുന്നില്ല, യേശുവിനെ വേണമോ? അപ്പോഴെല്ലാം ഒരു ഏകസ്വരത്തോടെ വിളിച്ചു പറയുന്നത്, യേശുവിനെ വേണ്ട, ബറാബാസിനെ മതി.
മത്തായി എഴുതിയ സുവിശേഷം 22:20 യേശുവിന് വേണ്ട ബറബ്ബാസിനെ മതിയെന്ന്, യേശുവിനെ നശിപ്പിക്കുവാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ജനത്തെ സമ്മതിപ്പിച്ചു. മർക്കോസ് 15:15 അതാണ് കാണുവാൻ കഴിയുന്നത്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുവെഴുത്തുകൾ ആത്മീയ ചിന്തകളിലൂടെ ശ്രവിക്കുമ്പോൾ ലോകത്തിൽ ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യന് കർത്താവായിരിക്കുന്ന യേശുവിനെ വേണ്ട. അവന് വേണ്ടത് കൊലപാതകി, ലോകപ്രകാരം ജീവിക്കുന്ന, ലോക ഇഷ്ടപ്രകാരം ജീവിക്കുന്ന വ്യക്തികളെ ലോകത്തിലെ മനുഷ്യന് മതി. ഇതാണ് അവൻ ആഗ്രഹം, ഇഷ്ടം, താല്പര്യം. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുവാനും അവൻ ജീവിതത്തിൻ്റെ ഉള്ളിലും ഭവനത്തിലും വാഴത്തക്കവണ്ണം കർത്താവെ നീ മതി എനിക്ക് എന്ന് പറയുവാൻ, ആ കർത്താവിനെ സ്വീകരിക്കുവാൻ, ജീവിതാന്ത്യത്തോളം ആ കർത്താവ് ഉള്ളൊരു ജീവിതമായി ജീവിപ്പാൻ നമുക്ക് കൊതിക്കാം. ലോകം പറയും യേശുവിനെ വേണ്ട. അതേ ലോകത്തിൽ നിന്നുകൊണ്ട് എനിക്കെൻ്റെ യേശുവിനെ മതി. അവനാണ് നിത്യജീവൻ, നിത്യജീവൻ്റെ ഉറവ. ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ജീവിതം മുൻപോട്ട് നയിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.